കണ്ടെത്താൻ പ്രയാസം. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഴിവ്, ദൂരെ ഇരുന്ന് കൃത്യതയോടെ ആക്രമണം നടത്താനുള്ള സാങ്കേതിക വിദ്യ. ആധുനിക യുദ്ധങ്ങളുടെ വിജയപരാജയങ്ങൾ ഇന്ന് നിർണ്ണയിക്കുന്നത് ഇത്തരം അത്യാധുനിക ആയുധങ്ങളാണ്. ഈ മേഖലയിൽ ലോക സൈനിക ശക്തികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പുതിയ ആയുധമാണ് റഷ്യ വികസിപ്പിച്ച KH-69 സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈൽ. വേഗതയേക്കാൾ ഒളിഞ്ഞു നിന്നുള്ള ആക്രമണശേഷിക്കും കൃത്യതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഈ മിസൈൽ പരമ്പരാഗത ക്രൂയിസ് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നതാണ്. 5ാം തലമുറ യുദ്ധ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായി രൂപകൽപ്പന ചെയ്ത KH-69 ശത്രുവിന്റെ റഡാർ ശൃംഖലകളെ മറികടന്ന് വളരെ താഴ്ന്ന ഉയരത്തിൽ സഞ്ചരിക്കാനും കൃത്യമായി ലക്ഷ്യത്തിൽ എത്താനും ശേഷിയുള്ള സ്റ്റാൻഡ് ഓഫ് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലാണ്. ദീർഘദൂര ആക്രമണങ്ങൾ സുരക്ഷിതമായി നടത്താൻ യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ഈ ആയുധം റഷ്യയുടെ ഏറ്റവും പുതിയ വ്യോമായുധ വികസനങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയുടെ Su-30 MKI യുദ്ധവിമാനങ്ങളുമായി ഈ മിസൈൽ സംയോജിപ്പിക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ KH-69 സാങ്കേതിക വിദ്യയും യുദ്ധശേഷിയും ആഗോള പ്രതിരോധ രംഗത്ത് വീണ്ടും ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. റഷ്യ വികസിപ്പിച്ചെടുത്ത KH-69 ഒരു സാധാരണ ക്രൂയിസ് മിസൈലല്ല. ദീർഘദൂര കൃത്യത ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ സ്റ്റാൻഡ് ഓഫ് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈൽ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തുനിന്ന് തന്നെ ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ യുദ്ധവിമാനങ്ങളെ പ്രാപ്തമാക്കുന്നു. ഏകദേശം 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈൽ ആധുനിക യുദ്ധങ്ങളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് ശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. KH-69 ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സ്റ്റെൽത്ത് രൂപകൽപ്പനയാണ്. ഏകദേശം 710 കിലോഗ്രാം ഭാരമുള്ള ഈ സബ്സോണിക് ക്രൂയിസ് മിസൈൽ റഡാറുകളിൽ നിന്ന് പരമാവധി മറഞ്ഞു നിൽക്കാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശത്രുവിന്റെ റഡാർ ശൃംഖലകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും വെട്ടിച്ച് വളരെ താഴ്ന്ന ഉയരത്തിൽ പറന്ന് ലക്ഷ്യത്തിലെത്താൻ ഇതിന് കഴിയും. ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങളും അത്യാധുനിക ഗൈഡൻസ് സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നതിനാൽ ലക്ഷ്യത്തിൽ ഉയർന്ന കൃത്യതയോടെ ആക്രമണം നടത്താൻ ഇതിന് സാധിക്കും. ഈ സവിശേഷതകളാണ് KH-69 പരമ്പരാഗത ക്രൂയിസ് മിസൈലുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. റഷ്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധ വിമാനമായ Su-57 വേണ്ടിയാണ് KH-69 ആദ്യം വികസിപ്പിച്ചത്. പിന്നീട് ഈ മിസൈൽ മറ്റു റഷ്യൻ യുദ്ധ വിമാനങ്ങളിലും സംയോജിപ്പിക്കാവുന്ന രീതിയിലേക്ക് വികസിപ്പിച്ചു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന യുദ്ധ വിമാനമായ Su-30 MKIയിൽ വലിയ ഘടനാപരമായ മാറ്റങ്ങൾ ഇല്ലാതെ തന്നെ KH-69 ഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് റഷ്യയുടെ അവകാശവാദം. ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ നിലവിലുള്ള യുദ്ധവിമാനങ്ങളെ തന്നെ കൂടുതൽ ശക്തമായ ദീർഘദൂര ആക്രമണ പ്ലാറ്റ്ഫോമുകളാക്കി മാറ്റാൻ കഴിയും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിലവിൽ 260-ലധികം Su-30 MKI യുദ്ധവിമാനങ്ങളുണ്ട്. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശക്തിയുടെ നട്ടലായി കണക്കാക്കപ്പെടുന്ന ഈ വിമാനങ്ങൾ ഇതിനകം തന്നെ ബ്രഹ്മോസ് A സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ബ്രഹ്മോസ് Aയുടെ വലിയ വലിപ്പവും ഏകദേശം 2.5 ടൺ ഭാരവുമാണ് ഒരു വിമാനത്തിന് ഒരേ സമയം വഹിക്കാൻ കഴിയുന്ന മിസൈലുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത്. അതേസമയം KH-69 ഭാരം കുറഞ്ഞതും കൂടുതൽ കോമ്പാക്റ്റുമായതിനാൽ ഒരേ വിമാനത്തിൽ കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുമെന്നതാണ് അതിന്റെ പ്രധാന നേട്ടമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെയാണ് KH-69 ബ്രഹ്മോസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് മിസൈലാണ്, അതായത് ശബ്ദവേഗത്തേക്കാൾ നിരവധി മടങ്ങ് വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു. മറുവശത്ത് KH-69 സബ്സോണിക് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. വേഗതയിൽ ബ്രഹ്മോസിനേക്കാൾ പിന്നിലായിരിക്കുമ്പോഴും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും താഴ്ന്ന ഉയരത്തിലുള്ള പറക്കലും കാരണം ശത്രുവിന് അത് കണ്ടെത്താനും തടയാനും കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഈ രണ്ട് മിസൈലുകളും പരസ്പരം പൂർണ്ണമായ ബദലുകളല്ല, വ്യത്യസ്ത ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന പരസ്പരം പൂരകമായ ആയുധങ്ങളാണെന്ന് നിരവധി പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്ത്യയുടെ വ്യോമസേനയിൽ ഇതിനകം തന്നെ മറ്റൊരു ദീർഘദൂര സ്റ്റാൻഡ് ഓഫ് ആയുധമുണ്ട്. ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റാഫേൽ യുദ്ധ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന സ്കാൽപ്പ് ക്രൂയിസ് മിസൈൽ കൃത്യമായ ദീർഘദൂര ആക്രമണങ്ങൾക്ക് ഏറെ ഫലപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. KH-69 കൂടി Su-30 MKയിൽ ഉൾപ്പെടുത്തിയാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിവിധ ദൗത്യങ്ങൾക്കായി വ്യത്യസ്ത സവിശേഷതകളുള്ള സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കൂടുതൽ സൗകര്യം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നിരുന്നാലും KH-69 ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. റഷ്യ ഈ മിസൈൽ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും കരാർ സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇന്ത്യയോ റഷ്യയോ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അതിനാൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത്. അതേസമയം റഷ്യ-യുക്രൈൻ യുദ്ധം വീണ്ടും ഒരു യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുകയാണ്. ആധുനിക യുദ്ധങ്ങളിൽ വിജയിക്കുന്നത് കൂടുതൽ വേഗമുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരല്ല, മറിച്ച് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് കൃത്യമായ ലക്ഷ്യത്തിൽ എത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യ കൈവശമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ KH-69 പോലുള്ള സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകൾ ഇന്ന് ലോക പ്രതിരോധ മേഖലയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്ന ആയുധങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ ഈ മിസൈൽ സ്വന്തമാക്കുമോ അതോ സ്വന്തം ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള തദ്ദേശീയ പദ്ധതികൾക്കാണ് കൂടുതൽ മുൻഗണന നൽകുകയോ എന്നത് വരുംകാല പ്രതിരോധ നയങ്ങളാണ് നിർണ്ണയിക്കുക.